ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ഗുരൈസ് വ്യൂസ് ഓൺ കാസ്റ്റ് സിസ്റ്റം. ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള GS ഗുരയുടെ വീക്ഷണം എന്തല്ല. ജനനം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്ന ഒന്നാണ് ജാതി. ഓരോ ജാതി സംഘങ്ങൾക്കും അവരുടേതായ ജീവിത രീതികൾ അവർ തന്നെ വികസിപ്പിച്ചെടുക്കുന്നു. ജാതിയിൽ ഓരോരുത്തരും സ്വമേധയാ അംഗത്വം എടുക്കുന്ന ഒരു സമാജമാണ് ഇത്. വർഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ജാതി സമ്പ്രദായം. ഓരോ ജാതി സംഘങ്ങൾക്കും അവരുടേതായ ജീവിത രീതി അവർ തന്നെ വികസിപ്പിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ജാതിയിൽ സ്വമേധയാ അംഗത്വം എടുക്കുന്ന ഒരു സമാജമാണ് ഇത്. വർഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി അവൻ്റെ സാമ്പത്തിക സ്ഥിതിയെയല്ല ആശ്രയിച്ചിരിക്കുന്നത്, ജാതിയിലുള്ള അവൻ്റെ ജനനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ വർഗ പദവി അവൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും സമ്പത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആധുനിക യൂറോപ്യൻ രാജ്യങ്ങളിൽ വർഗ പദവികൾക്കാണ് പ്രാധാന്യം. എന്നാൽ പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ ജനനം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കുന്നത്. ഓരോ ജാതി വിഭാഗങ്ങൾക്കും അവരുടേതായ ജാതി പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. ജാതി പഞ്ചായത്ത് ഒരു ഭരണകൂടമാണ്. ഒരു ജാതിയിലുള്ള അംഗങ്ങൾ ജാതി വ്യവസ്ഥയുടെ ഭാഗമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കുന്നു. അത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നത് ജാതി പഞ്ചായത്തുകളായിരുന്നു. ഗുര്രെ കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഗണ്ഡം സംബന്ധമായ വിഭജനം, അത് ഹൈറാർക്കിക്കലായിട്ടുള്ള വിഭജനം അടിസ്ഥാനമാക്കിയ ഒരു സ്ഥാപനമാണ് ജാതി. അന്യോന്യം പ്രവേശനമില്ലാത്തതും അടഞ്ഞ കള്ളികളായും സമൂഹം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ കള്ളിയും ഓരോ ജാതിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതി ജനനം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നു. അത് ഒഴിവാക്കാനോ മാറ്റാനോ സാധ്യമല്ല എന്നതാണ് ഗുരയുടെ നിർവചനം. ജാതി വ്യവസ്ഥയുടെ മുഖ്യ സവിശേഷതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പരസ്പര സാമൂഹിക സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്നത് വിലക്കിയിട്ടുള്ള ജാതിക്കാരിൽ നിന്നും ഭക്ഷണം കഴിക്കുകയോ ജലപാനം നടത്തുകയോ ചെയ്യുക എന്നുള്ളത് ഒരു കുറ്റമാണ്. അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന് തന്നെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ തന്നെ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക, ഇതും ഒരു കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. വിവാഹിതരായ ഒരു സ്ത്രീയുമായി തെറ്റായ ബന്ധം സ്ഥാപിക്കുക, പരസ്പരുഷ ബന്ധം സ്ഥാപിക്കൽ, ഇതെല്ലാം കുറ്റകൃത്യമായിട്ട് കണക്കാക്കിയിരുന്നു. പരസ്പരം വിവാഹിതരാവാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗികമായ ബന്ധം അതും കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയതിന് ശേഷം അത് ലംഘിക്കുന്നത് കുറ്റകരമാണ്. ഭാര്യയെ ശാരീരികമായി പരിപാലിക്കാതിരിക്കൽ കുറ്റകൃത്യമാണ്. കടബാധ്യതകൾ തിരിച്ചടയ്ക്കാതിരിക്കൽ, ജാതി ആചാരങ്ങളെ ലംഘിക്കൽ, ഗോവധം, ഒരു ബ്രാഹ്മണനെ പരിഹസിക്കുക, ജാതി ആചാരങ്ങൾക്ക് വിരുദ്ധമായി ആഘോഷങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇത്തരം കേസുകളെല്ലാം ചർച്ച ചെയ്യുന്നത് ജാതി പഞ്ചായത്തിലാണ്. ഓരോ ജാതി വിഭാഗങ്ങളും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെതായ ഒരു നീതി നിർവഹണം കൂടി നടപ്പാക്കുന്നതിനായി ജാതി പഞ്ചായത്തുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. സാധാരണഗതിയിൽ ജാതി പഞ്ചായത്തുകൾ ചില കഠിനമായ ശിക്ഷകളും നൽകിയിരുന്നു. പൊതുവെ നൽകിയിരുന്ന ശിക്ഷകൾ ഭ്രഷ്ട് കൽപ്പിക്കുക, ജാതിയിൽ നിന്ന് താൽക്കാലികമായോ സ്ഥിരമായോ ഒഴിവാക്കുക, പിഴ ഒടുപ്പിക്കുക, അതുപോലെ തന്നെ സദ്യ നൽകൽ, ശാരീരികമായ ശിക്ഷ, മതനിയമങ്ങൾ ലംഘിക്കൽ. ഇപ്പോൾ ഈ ജാതി പഞ്ചായത്തുകൾ ഓരോ ജാതി സമൂഹത്തെയും കർശനമായി നിയന്ത്രിച്ചിരുന്നു. ഇത് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും സംസ്കാരങ്ങളും ധാർമ്മിക മൂല്യങ്ങളും രൂപം കൊള്ളുന്നതിന് വഴിവെക്കുകയും ചെയ്തു. ഗുരയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ജാതി ഗ്രൂപ്പുകളെ 5ആയി തരംതിരിക്കാമെന്നാണ്. അപ്പോൾ അതിൽ ട്വൈസ് ബോൺ കാസ്റ്റ് അഥവാ ദ്വിജന്മാർ എന്നാൽ ബ്രാഹ്മണരാണ്. ഈ ഉപനയനം കഴിക്കുന്നവരായിട്ടുള്ള വിഭാഗം. അപ്പോൾ ഈ ഉപനയനത്തെ അവരുടെ 2ാം ജന്മമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ ബ്രാഹ്മണരെ ദ്വിജന്മാരെന്ന് വിളിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഏത് ജാതിക്കാരുടെ കയ്യിൽ നിന്നാണോ ബ്രാഹ്മണർക്ക് പക്കാ ഭക്ഷണം സ്വീകരിക്കാൻ കഴിയുന്നത് ആ ജാതി ഗ്രൂപ്പുകൾ. മൂന്നാമത്തേത് ഏത് ജാതിക്കാരുടെ കയ്യിൽ നിന്നാണോ ബ്രാഹ്മണർക്ക് ഭക്ഷണം സ്വീകരിക്കാൻ പാടില്ല എന്നാൽ ജലം വാങ്ങി കഴിക്കാവുന്ന ജാതി ഗ്രൂപ്പുകൾ.
4 അയിത്തജാതിക്കാരല്ല എങ്കിലും ആ ജാതി ഗ്രൂപ്പിൽ നിന്നും ബ്രാഹ്മണർക്ക് ജലം പോലും സ്വീകരിക്കാൻ കഴിയാത്ത ജാതിക്കാർ. 5 അയിത്തജാതിക്കാർ, അവരുടെ സ്പർശനം പോലും ബ്രാഹ്മണരെ മാത്രമല്ല മറ്റ് യാഥാസ്ഥിക ഹിന്ദുക്കളെയും അശുദ്ധമാക്കും എന്ന് കരുതുന്ന അൺടച്ചബിൾ പീപ്പിൾ അല്ലെങ്കിൽ അയിത്തജാതിക്കാരായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ 5 തരം ഗ്രൂപ്പുകളായിട്ടാണ് ഇവരെ വിഭജിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെയും 2ആയി തരംതിരിച്ചിരിക്കുന്നു. പക്ക ആൻഡ് കച്ച എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. നെയ്യിൽ പാകം ചെയ്ത ഭക്ഷണമാണ് ഈ പക്ക ഭക്ഷണം എന്ന് പറയുന്നത്. വെള്ളത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തെയാണ് കച്ച ഭക്ഷണം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർക്ക് മറ്റ് ജാതിക്കാരിൽ നിന്നും കച്ച ഭക്ഷണം സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ ബ്രാഹ്മണരിൽ നിന്നും കച്ച ഭക്ഷണം ഏത് ജാതിക്കാർക്കും സ്വീകരിക്കുകയും ചെയ്യാം. അതിന് യാതൊരുവിധ എതിർപ്പുമില്ല. അത്തരത്തിൽ ഈ ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ജാതി നിയമങ്ങൾ നിലനിന്നിരുന്നു. പിന്നെ ജാതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ശുദ്ധി അശുദ്ധി എന്നുള്ളത്. ഇപ്പം ജാതി സംഘങ്ങളിലെ ഉയർന്ന താഴ്ന്ന സാമൂഹിക പദവികളുടെ അടിസ്ഥാനം ഈ ശുദ്ധി അശുദ്ധി എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതി ശ്രേണിയുടെ മുകളിൽ വരുന്ന ജാതികളെ മതപരമായി ഉയർന്ന ജാതിക്കാരെന്ന് വിളിക്കുന്നു. ജാതി ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ളവർ ഏറ്റവും മോശം ജാതിക്കാരായി പരിഗണിക്കപ്പെടുന്നു. അവർ അശുദ്ധ ജാതിക്കാരാണ്. GS ഗുരെ കേരളത്തിലെ ജാതികൾ തമ്മിൽ പാലിക്കുന്നതായ ശുദ്ധി അശുദ്ധി എന്നിവയെക്കുറിച്ച് ഉദാഹരണമായി വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ ജാതിക്കാരും ബ്രാഹ്മണരിൽ നിന്നും എത്ര അടി അകലം പാലിക്കണമെന്ന് മനുസ്മൃതിയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിലെ നായന്മാർ ബ്രാഹ്മണർക്കായി ഗാർഹിക ജോലികളും പുറം ജോലികളും ചെയ്തിരുന്നു. എന്നാൽ ബ്രാഹ്മണർ നായന്മാരെ തൊടാറില്ല. അവിടെയും ഒരു അശുദ്ധി നിലനിൽക്കുന്നുണ്ട്. ഈഴവർ ബ്രാഹ്മണരിൽ നിന്നും 36 അടി അകലം പാലിക്കണം. ഈഴവർ നായന്മാരിൽ നിന്നും 12 അടി അകലം പാലിച്ചാൽ മതി. എന്നാൽ ഈഴവൻ ബ്രാഹ്മണൻ കൂടുതൽ അകലം പാലിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ഓരോ ജാതി വിഭാഗങ്ങളും പാലിക്കേണ്ടതായ അകലത്തെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ മനുസ്മൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ ഏതൊരു ഹിന്ദു ജാതിക്കാരൻ്റെയും അരികിൽ വരാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അവർ ഒരു നിശ്ചിത ദൂരം പാലിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ജാതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അറിയാനും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.